നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് 2025 മെയ് 1 മുതൽ 5 വരെ. ഇതിൻ്റെ PDF നോട്ട് ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതുകൂടി ചെക്ക് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, 2021 ദേശീയ ജനസംഖ്യാ സെൻസസിനോടൊപ്പം നടത്താൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചത് എന്താണ്? 2021 ദേശീയ ജനസംഖ്യാ സെൻസസിനൊപ്പം നടത്താൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചത് എന്താണ്? ഉത്തരം ജാതി സെൻസസ്. രാജ്യത്തെ എല്ലാ ജാതി ഉപജാതി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. OBC, SC/ST വിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കാൻ ഇത് സഹായിക്കും. 2025 സെൻസസ് പ്രക്രിയ ആരംഭിക്കാനാണ് സാധ്യത. 2021 ദേശീയ ജനസംഖ്യാ സെൻസസിനോടൊപ്പം നടത്താൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചത് എന്താണ്? ജാതി സെൻസസ്. അടുത്ത ചോദ്യം, ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു? ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു? ഉത്തരം ആർട്ടിക്കിൾ 21. ഡിജിറ്റൽ വിടവ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കി എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഡിജിറ്റൽ സൗകര്യങ്ങൾ അനിവാര്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഗ്രാമീണ മേഖലകളിലും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ നടപടി എടുക്കണം. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു? ആർട്ടിക്കിൾ 21. അടുത്ത ചോദ്യം, 2025 ആദ്യ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 ആദ്യ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം M. മുകുന്ദന്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിൻ്റെ വികൃതികൾ തുടങ്ങിയ രചനകൾ അദ്ദേഹത്തെ പ്രശസ്തനാക്കി. പുരസ്കാരത്തിൽ 1,00,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ സ്മരണാർത്ഥം സ്ഥാപിതമായ ഈ പുരസ്കാരം മലയാള സാഹിത്യത്തിൻ്റെ മികവ് ആദരിക്കുന്നു. 2025 ആദ്യ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M. മുകുന്ദന്. അടുത്ത ചോദ്യം, K-DISC-STRIDE എന്ന പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്താണ്? K-DISC-STRIDE എന്ന പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്താണ്? ഉത്തരം ഭിന്നശേഷിക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2025 K-DISC-STRIDE അസിസ്റ്റീവ് ഡെസിഗ്നേഷൻ ഉദ്ഘാടനം ചെയ്തു. സ്ട്രൈഡ് എന്നത് സോഷ്യൽ ടെക്നോളജി ആൻഡ് റിസർച്ച് ഫോർ ഇൻക്ലൂസീവ് ഡിസൈൻ എക്സലൻസ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ K-DISC ആണ് പദ്ധതി നടപ്പാക്കുന്നത്. ഡിസൈനർമാർ, എഞ്ചിനീയർമാർ, ഭിന്നശേഷിക്കാർ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിച്ച് നൂതന ഉപകരണങ്ങൾ വികസിപ്പിക്കും. K-DISC-STRIDE എന്ന പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ഭിന്നശേഷിക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുക. അടുത്ത ചോദ്യം, മുംബൈയിൽ ആരംഭിക്കുന്ന വേവ്സ് 2025 എന്തിനെ സൂചിപ്പിക്കുന്നു? മുംബൈയിൽ ആരംഭിക്കുന്ന വേവ്സ് 2025 എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയെ മാധ്യമ, വിനോദ, സർഗാത്മക നവീകരണ മേഖലയിൽ ആഗോള കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. ഫിലിം, ടെലിവിഷൻ, ഗെയിമിംഗ്, ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ് തുടങ്ങിയ മേഖലകളിൽ നൂതന സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കും. മുംബൈയിൽ ആരംഭിക്കുന്ന വേവ്സ് 2025 എന്തിനെ സൂചിപ്പിക്കുന്നു? വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസ്. അടുത്ത ചോദ്യം, ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് NSAB-യുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് NSAB-യുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? അലോക് ജോഷി. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് RAW-യുടെ മുൻ മേധാവിയാണ്. 7 പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തി ബോർഡിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തി. ദേശീയ സുരക്ഷ, വിദേശ നയം, തന്ത്രപരമായ വിഷയങ്ങൾ എന്നിവയിൽ സർക്കാരിന് ഉപദേശം നൽകുകയാണ് ബോർഡിൻ്റെ ചുമതല. ഭീകരത, സൈബർ സുരക്ഷ, അതിർത്തി സുരക്ഷ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് NSAB-യുടെ പുതിയ ചെയർമാനായി നിയമിതനായത് അലോക് ജോഷി. അടുത്ത ചോദ്യം, കേരള സവാരി ആപ്പിൽ പുതുതായി ഉൾപ്പെടുത്തിയ സേവനങ്ങൾ എന്തെല്ലാമാണ്? കേരള സവാരി ആപ്പിൽ പുതുതായി ഉൾപ്പെടുത്തിയ സേവനങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം, കൊച്ചി മെട്രോ ടിക്കറ്റുകളും അന്തർ സംസ്ഥാന ബസ് ടിക്കറ്റുകളും. കേരളത്തിൻ്റെ ഔദ്യോഗിക ഓൺലൈൻ ടാക്സി സർവീസ് ആപ്പാണ് കേരള സവാരി. യാത്രക്കാർക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഒന്നിലധികം ഗതാഗത സേവനങ്ങൾ ഉപയോഗിക്കാൻ സൗകര്യം. സുതാര്യമായ നിരക്കുകളും സുരക്ഷിത യാത്രയും ഉറപ്പാക്കുന്നതിനാണ് ഈ സംരംഭം. കേരള സവാരി ആപ്പിൽ പുതുതായി ഉൾപ്പെടുത്തിയ സേവനങ്ങൾ കൊച്ചി മെട്രോ ടിക്കറ്റുകളും അന്തർ സംസ്ഥാന ബസ് ടിക്കറ്റുകളും. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം, A. ജയ തിലക്. 1989 ബാച്ചിലെ IAS ഓഫീസറാണ്. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണുവിൻ്റെ വിരമിക്കലിനെ തുടർന്നാണ് പുതിയ നിയമനം. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് A. ജയ തിലക്. അടുത്ത ചോദ്യം, 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം, ആലങ്കോട് ലീലാകൃഷ്ണന്. പ്രശസ്ത മലയാള കവിയും എഴുത്തുകാരനുമാണ്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. കന്യാവനങ്ങൾ, വെൺമേഘങ്ങൾ തുടങ്ങിയ കൃതികൾ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകുന്നത്. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണന്. അടുത്ത ചോദ്യം, ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം, എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത്. ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് എന്നത് ഇന്ത്യയുടെ 3 സൈനിക വിഭാഗങ്ങളുടെയും ഏകോപനത്തിനായുള്ള സ്ഥാപനമാണ്. ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് മേധാവിയായി ചുമതലയേറ്റത് എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമസേന IAF-ൻ്റെ പുതിയ ഉപമേധാവിയായി നിയമിതനായത് ആരാണ്? ഇന്ത്യൻ വ്യോമസേന IAF-ൻ്റെ പുതിയ ഉപമേധാവിയായി നിയമിതനായത് ആരാണ്? ഉത്തരം, എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി. ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി എയർ ചീഫ് മാർഷൽ BR ചൗധരിയാണ്. ഇന്ത്യൻ വ്യോമസേന
IAFിൻ്റെ പുതിയ ഉപമേധാവിയായി നിയമിതനായത് എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി. ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി എയർ ചീഫ് മാർഷൽ VR ചൗധരി. അടുത്ത ചോദ്യം, സമീപകാലത്ത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ താരങ്ങൾ ആരൊക്കെയാണ്? സമീപകാലത്ത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ താരങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം ചിരാഗ് ഷെട്ടി, സ്വാതിക് സായിരാജ്, റെങ്കിറെഡ്ഡി. ഈ അവാർഡ് കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആസ്ഥാനത്ത് വെച്ച് സമ്മാനിച്ചു. മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ്. സമീപകാലത്ത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ താരങ്ങൾ ചിരാഗ് ഷെട്ടി, സ്വാതിക് സായിരാജ്, റെങ്കിറെഡ്ഡി. അടുത്ത ചോദ്യം, ചുനൗദിയാൻ മുझे പസന്ദ് ഹെ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ചുനൗദിയാൻ മുझे പസന്ദ് ഹെ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആനന്ദിബെൻ പട്ടേൽ. ആനന്ദിബെൻ പട്ടേൽ ഉത്തർപ്രദേശ് ഗവർണറാണ്. ഈ പുസ്തകം അവരുടെ പ്രചോദനാത്മകമായ യാത്രകളെക്കുറിച്ച് വിവരിക്കുന്നു. പുസ്തകം ലക്നൌവിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രകാശനം ചെയ്തു. ചുനൗദിയാൻ മുझे പസന്ദ് ഹെ എന്ന പുസ്തകം എഴുതിയത് ആനന്ദി ബെൻ പട്ടേൽ. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് നിർവഹിക്കുന്നത് ആരാണ്? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് നിർവഹിക്കുന്നത് ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുറമുഖ നിർമ്മാണത്തിന് അദാനി പോർട്ടുമായി കരാർ ഒപ്പിട്ടു. തറക്കല്ലിട്ടത് 2015. അപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിഴിഞ്ഞം ലൊക്കേഷൻ കോഡ് INRTV01. നിർമ്മാണം അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി നേതൃത്വം നൽകുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ്. വിഴിഞ്ഞത്ത് ആദ്യ വാണിജ്യ കപ്പലെത്തിയത് 2024 ജൂലൈ 31. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയത് 2024 ഡിസംബർ 3. തുറമുഖ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ആകെ ചെലവ് 88,067.14 കോടി. സ്വാഭാവിക ആഴം 18 മുതൽ 20 മീറ്റർ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് നിർവഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുറമുഖ നിർമ്മാണത്തിന് അദാനി പോർട്ടുമായി കരാർ ഒപ്പിട്ടു. തറക്കല്ലിട്ടത് 2015. അപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിഴിഞ്ഞം ലൊക്കേഷൻ കോഡ് INRTV01. നിർമ്മാണം അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി നേതൃത്വം നൽകുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ്. വിഴിഞ്ഞത്ത് ആദ്യ വാണിജ്യ കപ്പലെത്തിയത് 2024 ജൂലൈ 31. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയത് 2024 ഡിസംബർ 3. സ്വാഭാവിക ആഴം 18 മുതൽ 20 മീറ്റർ. അടുത്ത ചോദ്യം, BPCLൻ്റെ പുതിയ CMD-ആയി നിയമിതനായത് ആരാണ്? BPCLൻ്റെ പുതിയ CMD-ആയി നിയമിതനായത് ആരാണ്? ഉത്തരം സഞ്ജയ് ഖന്ന. BPCL ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ എണ്ണ കമ്പനിയാണ്. CMD എന്നാൽ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്നാണ് അർത്ഥം. BPCLൻ്റെ പുതിയ CMD-ആയി നിയമിതനായത് സഞ്ജയ് ഖന്ന. അടുത്ത ചോദ്യം, RBI ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റ വനിത ആരാണ്? RBI ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റ വനിത ആരാണ്? ഉത്തരം ഡോക്ടർ പൂനം ഗുപ്ത.
ഡോക്ടർ പൂനം ഗുപ്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി ഗവർണറാണ്. ഇതിനു മുമ്പ് അവർ നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് NCAER ഡയറക്ടർ ജനറലായി പ്രവർത്തിച്ചിരുന്നു. സാമ്പത്തിക രംഗത്തെ വിദഗ്ധയാണ്. RBI ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റ വനിത ഡോക്ടർ പൂനം ഗുപ്ത. പൂനം ഗുപ്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി ഗവർണറാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആരാണ്? അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആരാണ്? ഉത്തരം ഗിരിജ വ്യാസ്. ഗിരിജ വ്യാസ് മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ ഭവന നിർമ്മാണം, ദാരിദ്ര്യ നിർമ്മാർജ്ജന മന്ത്രിയായിരുന്നു. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായി 2 തവണ സേവനമനുഷ്ഠിച്ച ആദ്യ വ്യക്തിയാണ്. രാജസ്ഥാനിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്നു. അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ഗിരിജ വ്യാസ് മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ ഭവന നിർമ്മാണം, ദാരിദ്ര്യ നിർമ്മാർജ്ജന മന്ത്രിയായിരുന്നു. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായി 2 തവണ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവാണ്. അടുത്ത ചോദ്യം, ഭാരത് ബിൽ പേ സഹകരിച്ചിരിക്കുന്ന പേയ്മെൻറ്റ്സ് ബാങ്ക് ഏതാണ്? ഭാരത് ബിൽ പേ സഹകരിച്ചിരിക്കുന്ന പേയ്മെൻറ്റ്സ് ബാങ്ക് ഏതാണ്? ഉത്തരം എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്. ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം BBPS എന്നത് NPCIയുടെ ഒരു സംരംഭമാണ്. ഈ സഹകരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഡിജിറ്റൽ പേയ്മെൻറ്റ് സേവനങ്ങൾ വിപുലീകരിക്കുക എന്നതാണ്. ഇത് ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിൻ്റെ ഭാഗമായി സാമ്പത്തിക ഉൾപ്പെടുത്തൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഭാരത് ബിൽ പേ സഹകരിച്ചിരിക്കുന്ന പേയ്മെൻറ്റ്സ് ബാങ്ക് ഏതാണ്? എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്. അടുത്ത ചോദ്യം, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BEL പുതിയ ഗവേഷണ വികസന ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BEL പുതിയ ഗവേഷണ വികസന ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഉത്തരം R ഹരികുമാർ. BEL പ്രതിരോധ ഇലക്ട്രോണിക്സ് മേഖലയിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമാണ്. ഹരികുമാർ ഗവേഷണ വികസന R&D വിഭാഗത്തിൻ്റെ പുതിയ തലവനായി ചുമതലയേറ്റു. BEL ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BEL പുതിയ ഗവേഷണ വികസന ഡയറക്ടറായി നിയമിതനായത് R ഹരികുമാർ. അടുത്ത ചോദ്യം, 2025 ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ഏതാണ്? 2025 ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ഏതാണ്? ഉത്തരം ലേബർ പാർട്ടി. ലേബർ പാർട്ടിയുടെ നേതാവ് ആന്റണി ആൽബനീസ് ആണ്. ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായി തുടരുന്നു. ഓസ്ട്രേലിയ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഒന്നാണ്. 2025 ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ലേബർ പാർട്ടിയാണ്. ലേബർ പാർട്ടിയുടെ നേതാവ് ആന്റണി ആൽബനീസ്. ആന്റണി ആൽബനീസ് തന്നെയാണ് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഡാറ്റാ സെൻറ്റർ പാർക്ക് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഡാറ്റാ സെൻറ്റർ പാർക്ക് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ഉത്തരം നവ റായ്പൂർ, ഛത്തീസ്ഗഡ്. ഈ പദ്ധതി ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമാണ്. കൃത്രിമ ബുദ്ധി AI അധിഷ്ഠിത സംവിധാനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥാപിക്കുന്നത് നവ റായ്പൂർ, ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം, ഷിർഗാവ് ലൈരായി ദേവീക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഷിർഗാവ് ലൈരായി ദേവീക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഗോവ. ഇത് ഗോവയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക മതപരമായ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഈ ക്ഷേത്രം ഗോവയുടെ ടൂറിസം മാപ്പിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നു.
പരമ്പരാഗത ഗോവൻ വാസ്തുശൈലി പ്രതിഫലിപ്പിക്കുന്ന ദേവാലയമാണിത്. ഷിർഗാവ് ലൈരായി ദേവീക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോവ. അടുത്ത ചോദ്യം, 2025 പാകിസ്ഥാൻ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ്? 2025 പാകിസ്ഥാൻ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ്? ഉത്തരം അബ്ദാലി മിസൈൽ. അബ്ദാലി എന്നത് കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് പാകിസ്ഥാൻ്റെ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ പരിപാടിയുടെ ഭാഗമാണ്. ഈ പരീക്ഷണം ദക്ഷിണേന്ത്യയിലെ പ്രതിരോധ സന്തുലനത്തിൽ പ്രാധാന്യമുള്ളതാണ്. 2025 പാകിസ്ഥാൻ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ അബ്ദാലി മിസൈൽ. അടുത്ത ചോദ്യം, കുഞ്ചൻ നമ്പ്യാർ ദിനം എന്നാണ് ആചരിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാർ ദിനം എന്നാണ് ആചരിക്കുന്നത്? ഉത്തരം മെയ് 5. കുഞ്ചൻ നമ്പ്യാർ കാലഘട്ടം 1705 മുതൽ 1770 വരെ. മലയാള കവിയും ഓട്ടൻതുള്ളൽ സ്ഥാപകനുമാണ്. കളനില്ലയം, തിരുമുൽ കാഴ്ച എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ്. സാമൂഹിക അനീതികളെ വിമർശിച്ച് തുള്ളൽ കലാരൂപം വികസിപ്പിച്ചു. കുഞ്ചൻ നമ്പ്യാർ ദിനം മെയ് 5-നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വാഹന സാന്ദ്രതയിൽ, അതായത് ചതുരശ്ര കിലോമീറ്ററിന് വാഹനങ്ങളുടെ എണ്ണം, ഇതിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയിൽ വാഹന സാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? ഉത്തരം 4-ാം സ്ഥാനം. 1-ാം സ്ഥാനം ചണ്ഡീഗഡ്, 2-ാം സ്ഥാനം പുതുച്ചേരി, 3-ാം സ്ഥാനം ഗോവ. കേരളത്തിൻ്റെ വികസിത റോഡ് ശൃംഖലയും സാമ്പത്തിക വികസനവുമാണ് ഉയർന്ന വാഹന സാന്ദ്രതയ്ക്ക് കാരണം. ഇന്ത്യയിൽ വാഹന സാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 4. 1-ാം സ്ഥാനം ചണ്ഡീഗഡ്, 2-ാം സ്ഥാനം പുതുച്ചേരി, 3-ാം സ്ഥാനം ഗോവ. അടുത്ത ചോദ്യം, DRDO സമീപകാലത്ത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോമിൻ്റെ ആദ്യ പറക്കൽ പരീക്ഷണം നടത്തിയത്? DRDO സമീപകാലത്ത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോമിൻ്റെ ആദ്യ പറക്കൽ പരീക്ഷണം നടത്തിയത്? ഉത്തരം മധ്യപ്രദേശിലെ ഷെയോപൂരിൽ. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പുകൾ 20 മുതൽ 50 കിലോമീറ്റർ ഉയരത്തിൽ പ്രവർത്തിക്കുന്നു. പ്രതിരോധം, അതിർത്തി നിരീക്ഷണം, ദുരന്ത നിവാരണം, ഡാറ്റാ ശേഖരണം എന്നിവയാണ് പ്രധാന ഉപയോഗങ്ങൾ. DRDO സമീപകാലത്ത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോമിൻ്റെ ആദ്യ പറക്കൽ പരീക്ഷണം നടത്തിയത്? മധ്യപ്രദേശിലെ ഷെയോപൂരിൽ. അടുത്ത ചോദ്യം, 15 മണിക്കൂർ നീണ്ട പത്രസമ്മേളനം നടത്തി റെക്കോർഡ് സൃഷ്ടിച്ച മാലിദ്വീപ് പ്രസിഡന്റ് ആരാണ്? 15 മണിക്കൂർ നീണ്ട പത്രസമ്മേളനം നടത്തി റെക്കോർഡ് സൃഷ്ടിച്ച മാലിദ്വീപ് പ്രസിഡന്റ് ആരാണ്? ഉത്തരം മുഹമ്മദ് മുയിസു. 2023 തിരഞ്ഞെടുക്കപ്പെട്ട മുയിസു ചൈന അനുകൂല വിദേശ നയം സ്വീകരിച്ചു. മാലിദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാന രാഷ്ട്രമാണ്. 15 മണിക്കൂർ നീണ്ട പത്രസമ്മേളനം നടത്തി റെക്കോർഡ് സൃഷ്ടിച്ച മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു. അടുത്ത ചോദ്യം, 2022 പത്മശ്രീ ലഭിച്ച അടുത്തിടെ അന്തരിച്ച കേരളത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ പ്രവർത്തക ആരാണ്? 2022 പത്മശ്രീ ലഭിച്ച അടുത്തിടെ അന്തരിച്ച കേരളത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ പ്രവർത്തക ആരാണ്? ഉത്തരം KV റാബിയ. പോളിയോയും അർബുദവും ബാധിച്ചിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ സംഭാവനകൾ നൽകി. പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ സാക്ഷരത വ്യാപിപ്പിച്ചു. സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ട് എന്ന ആത്മകഥ രചിച്ചു. 2022 പത്മശ്രീ ലഭിച്ച അടുത്തിടെ അന്തരിച്ച കേരളത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ പ്രവർത്തക KV റാബിയ. അടുത്ത ചോദ്യം, അടുത്തിടെ മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള ആൻറ്റിബോഡികൾ ഉപയോഗിച്ച് പാമ്പിൻ്റെ വിഷത്തിനുള്ള ആൻറ്റിവെനം വികസിപ്പിച്ച ഗവേഷകൻ ആരാണ്? അടുത്തിടെ മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള ആൻറ്റിബോഡികൾ ഉപയോഗിച്ച് പാമ്പിൻ്റെ വിഷത്തിനുള്ള ആൻറ്റിവെനം വികസിപ്പിച്ച ഗവേഷകൻ ആരാണ്? ഉത്തരം തിമോത്തി ഫ്രീഡി. പരമ്പരാഗത ആൻറ്റിവെനം മൃഗങ്ങളുടെ സീറത്തിൽ നിന്നാണ് നിർമ്മിക്കുന്നത്.
അടുത്തിടെ മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള ആൻറ്റിബോഡികൾ ഉപയോഗിച്ച് പാമ്പിൻ്റെ വിഷത്തിനുള്ള ആൻറ്റിവനം വികസിപ്പിച്ച ഗവേഷകൻ തിമോത്തി ഫ്രീഡി. അടുത്ത ചോദ്യം, US ആർമി 2025 ജൂൺ 14 എത്രാമത് സ്ഥാപക വാർഷികം ആഘോഷിക്കുന്നു? US ആർമി 2025 ജൂൺ 14 എത്രാമത് സ്ഥാപക വാർഷികം ആഘോഷിക്കുന്നു? ഉത്തരം 250ാമത് സ്ഥാപക വാർഷികം. US ആർമി 1775 ജൂൺ 14 അമേരിക്കൻ വിപ്ലവ യുദ്ധകാലത്ത് സ്ഥാപിതമായി. US ആർമി 2025 ജൂൺ 14 250ാമത് സ്ഥാപക വാർഷികം ആഘോഷിക്കുന്നു. ഇത് സ്ഥാപിതമായത് 1775 ജൂൺ 14 അമേരിക്കൻ വിപ്ലവ യുദ്ധകാലത്ത്. അടുത്ത ചോദ്യം, 2025 ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രധാനമന്ത്രി ആരാണ്? 2025 ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ആന്റണി ആൽബനീസ്. 2022 31ാമത് പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. മധ്യ ഇടതുപക്ഷ ലേബർ പാർട്ടി നേതാവാണ്. ഓസ്ട്രേലിയ ഇൻഡോ പസഫിക് സുരക്ഷയ്ക്കായുള്ള ക്വാഡ് ഇന്ത്യ US ജപ്പാനിൽ അംഗമാണ്. 2025 ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. അടുത്ത ചോദ്യം, 2025 മാഡ്രിഡ് ഓപ്പണിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയതാര്? 2025 മാഡ്രിഡ് ഓപ്പണിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്? ഉത്തരം ആര്യാന സബലങ്ക. ബെലാറസിൽ നിന്നുള്ള സബലങ്ക WTA റാങ്കിങ്ങിൽ മുൻനിരയിലാണ്. മാഡ്രിഡ് ഓപ്പൺ സ്പെയിനിൽ നടക്കുന്ന WTA 1000 ക്ലേ കോർട്ട് ടൂർണമെൻറ്റാണ്. 2025 മാഡ്രിഡ് ഓപ്പണിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സബലങ്ക. അടുത്ത ചോദ്യം, 2025 മെയ് മാസത്തിൽ ബെർക്ക്ഷയർ ഹത്താവേയുടെ CEO സ്ഥാനത്ത് നിന്നും വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച ലോക പ്രശസ്ത നിക്ഷേപകൻ ആരാണ്? 2025 മെയ് മാസത്തിൽ ബെർക്ക്ഷയർ ഹത്താവേയുടെ CEO സ്ഥാനത്ത് നിന്നും വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച ലോക പ്രശസ്ത നിക്ഷേപകൻ വാറൻ ബഫറ്റ്. ഒമാഹയുടെ ഓറക്കിൾ എന്ന് അറിയപ്പെടുന്നു. ബെർക്ക്ഷയർ ഹത്താവേ ആപ്പിൾ, കൊക്കക്കോള, ഇൻഷുറൻസ് കമ്പനികളിൽ നിക്ഷേപമുള്ള ഒരു കോൺഗ്ലോമറേറ്റാണ്. ലോകത്തെ ഏറ്റവും വിജയകരമായ നിക്ഷേപകരിൽ ഒരാളാണ്. 2025 മെയ് മാസത്തിൽ ബെർക്ക്ഷയർ ഹത്താവേയുടെ CEO സ്ഥാനത്ത് നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച ലോകപ്രശസ്ത നിക്ഷേപകൻ വാറൻ ബഫറ്റ്. ഒമാഹയുടെ ഓറക്കിൾ എന്ന് അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, US ടെക്സസിൽ ഒരു നഗരമായി വികസിപ്പിക്കുന്ന സ്പേസ് എക്സിൻ്റെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേരെന്ത്? US ടെക്സസിൽ ഒരു നഗരമായി വികസിപ്പിക്കുന്ന സ്പേസ് എക്സിൻ്റെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേരെന്ത്? ഉത്തരം സ്റ്റാർ ബേസ്. നേരത്തെ ബോക്ക ചിക്ക എന്നറിയപ്പെട്ടിരുന്നു. ഇലോൺ മസ്ക് ബഹിരാകാശ പര്യവേക്ഷണത്തിനായി സ്വയം പര്യാപ്തമായ ഒരു നഗരമായി വികസിപ്പിക്കുന്നു. ടെക്സസ് US ടെക് എയ്റോസ്പേസ് വ്യവസായ കേന്ദ്രമാണ്. US ടെക്സസിൽ ഒരു നഗരമായി വികസിപ്പിക്കുന്ന സ്പേസ് എക്സിൻ്റെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേര് സ്റ്റാർ ബേസ്, നേരത്തെ ബോക്ക ചിക്ക എന്ന് അറിയപ്പെട്ടിരുന്നു. അടുത്ത ചോദ്യം, ഗാസയിൽ കുട്ടികളുടെ ആരോഗ്യ കേന്ദ്രമായി പുനർനിർമ്മിക്കപ്പെടുന്ന വാഹനത്തിൻ്റെ പേരെന്ത്? ഗാസയിൽ കുട്ടികളുടെ ആരോഗ്യ കേന്ദ്രമായി പുനർനിർമ്മിക്കപ്പെടുന്ന വാഹനത്തിൻ്റെ പേര് പോപ്പ് മൊബീൽ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുപരിപാടികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനമാണിത്. ഗാസയിൽ കുട്ടികളുടെ ആരോഗ്യ കേന്ദ്രമായി പുനർനിർമ്മിക്കപ്പെടുന്ന വാഹനത്തിൻ്റെ പേര് പോപ്പ് മൊബീൽ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട യോഗ മഹോത്സവ് 2025 50 ദിവസത്തെ കൗണ്ട് ഡൗൺ എവിടെയാണ് ആരംഭിച്ചത്? അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട യോഗ മഹോത്സവ് 2025 50 ദിവസത്തെ കൗണ്ട് ഡൗൺ എവിടെയാണ് ആരംഭിച്ചത്? ഉത്തരം മഹാരാഷ്ട്രയിലെ നാസിക്.
2014 ഇന്ത്യ നിർദ്ദേശിച്ച് UN അംഗീകരിച്ച ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമാണ്. ആത്മീയ കേന്ദ്രമായ നാസിക് കുംഭമേള പോലുള്ള വൻ പരിപാടികൾക്ക് ആതിഥ്യം വഹിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട യോഗ മഹോത്സവ് 2025 50 ദിവസത്തെ കൗണ്ട് ഡൗൺ ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ആണ്. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.